സക്കറിയ 1:12. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവേ, എത്ര കാലം അവിടത്തേക്ക് ജെറുസലേമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഭയിലെ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണ്ടില്ലേ? പീസനച്ഛൻ ആത്മഹത്യ ചെയ്തു, സിസ്റ്റർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് അച്ഛന്മാരിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു വാക്യമാണ്, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പാവം പിടിച്ച മനുഷ്യർക്ക് എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും? അച്ഛൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടായിരുന്നാണ് കേൾക്കുന്നത്. അച്ഛന് ക്യാൻസർ രോഗമായിരുന്നു, അച്ഛൻ്റെ ക്യാൻസറായിരുന്നു, അച്ഛൻ്റെ കാല് മുഴുവൻ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. 65 വയസ്സുകാരൻ അവസ്ഥയിലേക്ക് പോയപ്പം നമുക്ക് വിധിക്കാനൊന്നും നമ്മൾ ആളുകളല്ല കേട്ടോ, ആരെയും വിധിക്കരുതെന്ന് തന്നെയാണ് പറയണേ. പത്രക്കാരും മീഡിയയും ഒക്കെ അതും ഇതുമൊക്കെ പറഞ്ഞു വെക്കും. തീരാ രോഗിയായി കഴിഞ്ഞപ്പം ഒരുപക്ഷെ പിശാച് തന്നെയാണ്, ആത്മഹത്യ പിന്നെ പിശാച് തന്നെയാണ്. ഒരു നിരാശ, ഹൃദയങ്ങൾ നിരാശയൊന്നും ആരുടെയും കുത്തകയൊന്നും അല്ല കേട്ടോ. ഈ സുവിശേഷം പറയുന്നത് എൻ്റെ മനസ്സിലോട്ടും വേണേൽ കയറാം. ഞാൻ വെറുതെ ചോദിക്കുക. ഇന്നലെ ശാലോംകാർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഒരു സംഗതി, ഒരു ക്ലിപ്പ് കണ്ടു. ഏതോ ഒരു മനുഷ്യൻ്റെ കത്തെഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വികാരിച്ചന് സുഖമാണെന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ വികാരിച്ചന് വിഷമമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അച്ഛൻ്റെ മുഖം എന്നാ വാടിയിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? എന്നോടാരും ചോദിച്ചായിട്ട് എനിക്കറിയില്ല കേട്ടോ. 1 or 2 പേരൊക്കെ ചിലപ്പം ചോദിക്കും, എന്ത് പറ്റി? 1 or 2 പേര്. കാരണം ഞാൻ അമാനുഷ്യനാണല്ലോ. വെറും മനുഷ്യരാണ് ഈ അച്ഛന്മാര്, വെറും മനുഷ്യരെ ഈ അച്ഛന്മാര്. സാധാരണ മനുഷ്യരെ കൊണ്ട് ദൈവം അസാധാരണ കാര്യങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. കാര്യച്ചൻ സാധാരണ മനുഷ്യനാ, മഞ്ഞാക്കലച്ചൻ സാധാരണ മനുഷ്യനാ, വിജിലച്ചൻ സാധാരണ മനുഷ്യനാ. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ ഒരാൾ, ആ ഇടവക്കാരൻ, അച്ഛൻ്റെ ഇടവക്കാരന് അച്ഛൻ, അദ്ദേഹം വിദേശത്ത്, അദ്ദേഹം എഴുതിയതാണ്. എൻ്റെ അച്ഛനോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല അച്ഛന് സുഖമാണോന്ന്, അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഖം മാറിയ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിഷമമുണ്ട്, എന്നോട് ചോദിക്കാനായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ വികാരിച്ചന്മാരോട് എങ്ങനെ ചോദിക്കാം, അച്ഛാ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും വേണോ, അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? 99.50 അച്ഛന്മാരും പറയുമ്പോൾ ഞാൻ പറയും, ഒന്നും വേണ്ട ചേച്ചി, ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ആ ചോദിക്കുന്ന ചോദ്യത്തിനൊരു സുഖമുണ്ടെന്ന് നിങ്ങളും തിരിച്ചറിഞ്ഞോണം. നല്ലൊരു മനുഷ്യനെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടിരിക്കുക. അയാൾ അവിടെ ബിസിനസ് തുടങ്ങി ദുബൈയിലും കണ്ട്. ഞാൻ കൺവെൻഷന് പോയപ്പം, ധ്യാനത്തിന് പോയപ്പോൾ പരിചയപ്പെടാൻ അങ്ങനെ നമ്പർ അങ്ങനെ ആളിനെ കിട്ടിയത്. അച്ഛൻ ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്, അച്ഛൻ എന്ത് വേണേലും ഒരു വോയിസ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ചിട്ട്, എൻ്റെ പൊന്നുവാനെ എനിക്കൊന്നും വേണ്ടടാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നീ അച്ഛമ്മക്കൊന്നും വേണ്ട, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒന്നും ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കും. നിങ്ങളുടെ വീട്ടിൽ കയറി ഒരു വച്ചാൽ ചോറെടുക്കണമെന്ന് ജില്ല ഉണ്ടെന്ന് പറയും, ഉണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇവർക്കൊന്നും വേണ്ടെന്ന്. എന്തുമാത്രം നമ്മൾ വെറുതെ ആ മനുഷ്യരുടെ കാര്യം, ഈ ധ്യാന വിഷയമൊന്നും അല്ല ഇത് കേട്ടോ. നമ്മൾ സഭയെയും വിമർശിച്ച് തകർത്ത് തരിപ്പണമാക്കി. എൻ്റെ നമ്മുടെ കുടുംബമാണ് ഈ അച്ഛന്മാരെന്നും ഈ പിതാക്കന്മാരെന്നും ഈ സിസ്റ്റേഴ്സ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്. അമാനുഷ്യരല്ല കേട്ടോ, അമാനുഷ്യരല്ല, മനുഷ്യർ തന്നെയാണ് ഇവര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥന ചോദിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ശുശ്രൂഷയും അച്ഛന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം ഇപ്പം ഈ വചനം പറയാൻ കയറ്റി നിർത്തിയെങ്കിൽ കർത്താവ് ഈ വചനം പറയിപ്പിക്കുമ്പോൾ എനിക്കറിയാം കർത്താവിനെന്ത് പദ്ധതി. സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ചോദിക്കണം. അല്ല സഭ മുഴുവൻ ഇങ്ങനെയാ, നശിച്ചു നാകാണക്കലായി. ഇന്നില്ലെന്ന് വേറൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചാക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് വിശുദ്ധിയിലും പരിത്യാഗത്തിലും പട്ടിണിയിലും കഴിയുന്ന സമർപ്പിതരുണ്ട്. അതും കൂടെ അറിഞ്ഞു മക്കള്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഊണും ഉറക്കമില്ലാതെ ജീവിക്കുന്നവരുണ്ട്.
ദൈവമക്കൾക്ക് വേണ്ടി പരിത്യാഗം അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കില്ലേ? എനിക്കറിയാം അച്ഛന്മാരെ. ഹല്ലേലൂയ.